നയൻറ്റീസ് കിഡ്സ് എന്ന് പേരൻസ് ആവുമ്പോൾ അവർ നിറവേറ്റുന്നത് ചരിത്രത്തിലെ ഒരു പ്രധാനപ്പെട്ട ദൗത്യം കൂടിയാണ്. ചോദ്യം ചെയ്യാതെ പേരൻസിനെ അനുസരിക്കേണ്ടി വന്ന അവസാനത്തെ തലമുറയും കുട്ടികളുടെ ന്യായം കൂടി കേൾക്കാൻ മനസ്സ് കാണിക്കുന്ന ആദ്യത്തെ തലമുറയും അവരാണ്. അത് അവർക്കാരും കാണിച്ചു കൊടുത്തതല്ല, അവർ സ്വയം മനസ്സിലാക്കി തെരഞ്ഞെടുത്തതാണ്. കുട്ടികൾക്ക് ഫീലിങ്സുകൾ കടിച്ചൊതുക്കി വെക്കേണ്ടാത്ത, പ്രണയവും വിരഹവും ഒക്കെ തുറന്നു പറയാൻ പറ്റുന്ന ചരിത്രത്തിലെ ആദ്യത്തെ കൂൾ ഡാഡീസ് ആൻഡ് കൂൾ മോംസ്, ഒരുപക്ഷെ പ്രപ്പോസലിന് ശേഷം കുട്ടികളെ ഹഗ് ചെയ്യുന്ന, ബാച്ചിലർ പാർട്ടിക്ക് വേണ്ട ക്രമീകരണങ്ങൾ ചെയ്തു കൊടുക്കുന്ന കുടുംബത്തിലെ ആദ്യത്തെ തന്തയും തള്ളയും. വിധേയത്വം ആസ്വദിച്ചിരുന്ന സൈക്കോ പേരൻസിന്റെയും ടീച്ചേഴ്സിന്റെയും കാലം 90s കിഡ്സോടുകൂടി തിരശ്ശീല വീഴുകയാണ്. അവർ സുഹൃത്തുക്കളാണ്, അണ്ടർസ്റ്റാൻഡബിൾ ആണ്, കുട്ടികൾക്ക് വിശ്വസിക്കാവുന്നവരാണ്. തങ്ങൾക്ക് കിട്ടാത്ത പലതും 90s കിഡ്സ് അടുത്ത തലമുറയ്ക്ക് പകർന്നു കൊടുക്കുകയാണ്. കാരണം 90s കിഡ്സ് വെറും ഒരു ജനറേഷൻ അല്ല, ചില പ്രത്യേക ദൗത്യങ്ങൾക്ക് വേണ്ടി കാലം തെരഞ്ഞെടുത്ത ഒരു കൂട്ടം സ്പെഷ്യൽ ആളുകളാണ്.